ദായിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം, ബെറ്റർ ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. മാരക ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിപണനവും തടയുന്നതിന് 100 ദിന കർമ്മ പദ്ധതിയുമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായി ഏപ്രിൽ 15 മുതൽ പ്രചരണ പരിപാടികൾ ആരംഭിക്കും. ലഹരിമുക്ത മലപ്പുറം എന്ന ലക്ഷ്യവുമായി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ക്യാമ്പയിൻ ശക്തമാക്കുമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ പറഞ്ഞു. പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥർ, അധ്യാപകർ, മറ്റു വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ, മതസാമൂഹ്യ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ, വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടത്തിയ യോഗത്തിലാണ് തീരുമാനം. ലഹരിമുക്ത മലപ്പുറം എന്ന ലക്ഷ്യവുമായി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ക്യാമ്പയിൻ ശക്തമാക്കുമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ പറഞ്ഞു. ജില്ലയിൽ നിന്ന് ലഹരിയെ പൂർണ്ണമായും തുടച്ചു നീക്കും. വിദ്യാഭ്യാസ രംഗത്ത് ഉൾപ്പെടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വിജയിപ്പിച്ച ജില്ലാ പഞ്ചായത്തിന്റെ മുൻകാല അനുഭവം ഇവിടെ മാതൃകയാക്കണമെന്നും പ്രസിഡന്റ് പറഞ്ഞു. പണ്ട് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസപരമായി പുറകിലായിരുന്ന ഒരു മലപ്പുറം ജില്ലയെ വിജയവേദി എന്നൊരു പദ്ധതി കൊണ്ടുവന്ന് ഇന്ന് നമ്മൾ സംസ്ഥാനത്ത് തന്നെ 1ാം സ്ഥാനത്താണ് വിദ്യാഭ്യാസ രംഗത്ത് A+ നേടുന്ന കാര്യത്തിൽ, കുട്ടികളെ പാസ്സാക്കുന്ന കാര്യത്തിൽ, 100% റിസൾട്ട് നേടുന്ന കാര്യത്തിൽ നമുക്കും ഒരു തുടക്കം. ഇപ്പോ ലഹരി മുക്ത മലപ്പുറം എന്നൊരു ആശയം, അത് നമുക്ക് എങ്ങനെ ഏറ്റെടുക്കാം? ഒരുപാട് ആശയങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളുടെയൊക്കെ മനസ്സിൽ. അതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് ഒരു ഡ്രൈവ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് മാറ്റം, ഒരുപക്ഷെ ഇന്നോ നാളെ മുതൽ മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ലെങ്കിൽ പോലും ഭാവിയിൽ ഇത് വലിയ രീതിയിൽ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി കുട്ടികളിലെ സർഗാത്മകതയുടെ പ്രകാശനങ്ങൾക്ക് വഴിയൊരുക്കണമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ PK ജയരാജ് പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ജില്ലയിൽ വിദ്യാർത്ഥികളുടെ ബിനാലെ സംഘടിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ലഹരിക്കെതിരെ ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത സംഘടനാ പ്രതിനിധികൾ അറിയിച്ചു. ലഹരിയുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന വിപത്തുകളെക്കുറിച്ചുള്ള നേരനുഭവങ്ങൾ അധ്യാപകരും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും യോഗത്തിൽ വിവരിച്ചു. യോഗത്തിൽ പങ്കെടുത്ത വിദഗ്ധരുടെയും സംഘടനാ പ്രതിനിധികളുടെയും നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്യും. വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ NA കരീം, നസീബ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. ബെറ്റർ ന്യൂസ് മലപ്പുറം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.